വെൽക്കം ബാക്ക്. ബ്രേക്കിംഗ് നൗ. സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. നാളെ വൈകിട്ട് 5 മണി വരെയാണ് SITക്ക് പത്മകുമാറിനെ കസ്റ്റഡിയിൽ കിട്ടുക. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, 1.5 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയോ? എന്തൊക്കെയാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ചോദിച്ചറിയാൻ SIT ഉദ്ദേശിക്കുന്നത്? സുജിയ, കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി ഇപ്പോൾ പത്മകുമാറിനെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. സാങ്കേതികമായി 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് പത്മകുമാറിനെ ഇതുപ്രകാരം SITക്ക് ചോദ്യം ചെയ്യാൻ കഴിയുക. നമ്മളിപ്പോൾ ഉള്ളത് വിജിലൻസ് കോടതിക്ക് മുൻപിൽ തന്നെയാണ്. അല്പസമയത്തിന് തന്നെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പത്മകുമാറിനെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കും. വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് തന്നെ ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം പത്മകുമാറിനെ മടക്കിക്കൊണ്ടുപോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. രാവിലെ 10 മണിയോടുകൂടി തന്നെ പത്മകുമാറിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അന്വേഷണ സംഘം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവിടെ വിജിലൻസ് കോടതിയിലേക്ക് എത്തിയിരുന്നു. വിജിലൻസ് കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കുകയും കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചപ്പോൾ നിർണായക വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്ന വാദമാണ് അന്വേഷണ സംഘം കോടതിയിൽ അവതരിപ്പിച്ചത്. അതായത് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ പ്രാഥമിക ചോദ്യം ചെയ്യൽ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ഈ വിഷയത്തിൽ പരാമർശിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. ഇതിൽ കൃത്യമായ വിവരങ്ങൾ ധാരണയുള്ള, അതിൽ കൃത്യമായ വെളിപ്പെടുത്തലുകൾ നടത്താൻ ശേഷിയുള്ള വ്യക്തിയാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ